ഈ ഒരു അവസ്ഥയിലാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. കടം കയറി തലേരെ മേളിലായി. കടങ്ങൾ മാത്രം കയറി കയറി. കടം തീർക്കാൻ എന്തെങ്കിലും ഐഡിയകളുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. വേറെ വഴിയില്ല. നല്ല നല്ല ഉപദേശങ്ങളും കേൾക്കണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറേ കമൻ്റൊക്കെ ഇടി. പൈസകളൊക്കെ വേറെ തമ്മിലും പറ്റിച്ചുകൊണ്ട് പോകണം. നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മൾ രക്ഷപ്പെടാന്ന് പറഞ്ഞ് കൊടുക്കുന്ന പൈസകളൊക്കെ ഓരോരുത്തരും പറ്റിച്ചു പോകണം. കടത്തിൻ്റെ അങ്ങേയറ്റം കയറി തലവേദന അടിച്ചിരിക്കുകയാണ്. ഉള്ള പൈസകൾ മൊത്തം ജോലികളെല്ലാം കാണാനുമില്ല. ഒരു കടം തീർക്കുക, അടുത്തൊരു കടം എടുക്കും, അടുത്ത കടം തീർക്കുക, അതിൻ്റെ അടുത്തൊരു കടം എടുക്കും. എടുത്തെടുത്ത് ഇപ്പോൾ കടങ്ങൾ മാത്രമേ ഉള്ളൂ. കടം തീർക്കാൻ പറ്റുന്ന അവസ്ഥയായി. രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് ഒരുത്തന് പൈസ കൊടുത്ത് ഉണ്ടാക്കാൻ നോക്കിയത് അതും പോയി. അതോടെ കൊണ്ടുപോയി. ഒരു എബിപ്പുണ്ട. ചിട്ടിക്കും ലോണൊന്നും പറഞ്ഞൊന്നും ആരും പൈസ ഒന്നും കൊടുക്കല്ലേ. കൊടുത്താണ് ഇവിടെ കിടന്ന് അനുഭവിക്കണേ. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാന്നല്ല, രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് കൊടുത്തതോ എല്ലാം കൊണ്ടുപോകണം. ഇപ്പം കൊടുത്തിപ്പോൾ കടങ്ങൾ മാത്രമായി. ഒന്ന് തീർക്കുക ഒന്നെടുക്കും, ഒന്ന് തീർക്കുക അടുത്തതെടുക്കും, എടുത്തിപ്പോൾ ഒരു കൂട്ടം ആപ്പുകളായി. ഫോൺ സ്റ്റോറേജ് കംപ്ലീറ്റ് ആപ്പിൻ്റെ കളിയാണ്. ഇപ്പോൾ വേറെ അവസ്ഥ.